ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ടോപ്പാണ് കേട്ടോ. നമ്മൾ അലാസ്റ്റിക് നെക്കിൻ്റെ അടുത്തും സ്ലീവിൻ്റെ അടുത്ത് അലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടും അടിവശത്ത് ഫ്രില്ലൊക്കെ വരുന്നൊരു മോഡൽ ടോപ്പാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ വേണ്ടി ഇതുപോലത്തെ ഹക്കോബ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 2.5 മീറ്ററോളം ഹക്കോബേൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ലൈനിങ് എടുത്തത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ്. ഇത് 2 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ എന്താ മെറ്റീരിയൽ 2ആയിട്ട് മടക്കിയിട്ട് 4ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ് കേട്ടോ. ഷോൾഡർ വരുന്നത് 12 ആണ് കേട്ടോ. നമുക്ക് ഷോൾഡർ 12ൻ്റെ പകുതി 6 ഇഞ്ച് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് താഴത്തേക്ക് ഞാൻ കൊടുക്കുന്ന ആം ഹോളാണ് കേട്ടോ. ആം ഹോൾ വരുന്നതും 6 ഇഞ്ചാണ്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് 6 ഇഞ്ചിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് നോക്കാം. ചെസ്റ്റ് വരുന്നത് 33 ആണ്. 33ൻ്റെ 4 ഭാഗമാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യേണ്ടത്. 8.4 കിട്ടുന്നുണ്ട്. 8.4 മാർക്ക് ചെയ്തു. പിന്നെ തയ്യൽ തുമ്പ് നമുക്ക് ഒരു 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തെടുക്കാം. ഇനി വേസ്റ്റ് വരുന്നത് 28 ഇഞ്ചാണ്. അപ്പോൾ ഷോൾഡറിന് നമുക്ക് വേസ്റ്റിലേക്ക് എടുക്കുന്ന ലെങ്ത്ത് ഞാനൊരു 13 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. 13 ഇഞ്ച് ഷോൾഡർ ടു വേസ്റ്റിലേക്കുള്ള ലെങ്ത്ത് എടുക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്ന 28ആണ്. 28 4 ഭാഗം കൊടുക്കുക. പിന്നെ അതിനൊന്നിച്ച് തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ചെസ്റ്റിന്ന് വേസ്റ്റിലേക്ക് ഒരു ഷേപ്പ് കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് താഴത്തോളം ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ലൈനിങ് ടോട്ടൽ എനിക്ക് ഒരു 45 ലെങ്ത്ത് വേണം. അപ്പോൾ ലൈനിങ് നമുക്കൊരു 41-42ൻ്റെ അടുത്തേക്ക് കിട്ടുന്നുള്ളൂ. മൊത്തത്തിൽ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ ആം ഹോൾ വരച്ചെടുത്തു. നമുക്ക് വരുന്ന നെക്കിൻ്റെ പണിയാണ് കേട്ടോ. നെക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ നെക്കിൻ്റെ അടുത്ത് ഇവിടെ നമ്മൾ അലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് 2.25 ഇഞ്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. കഴുത്തിൻ്റെ അകലം 2.25 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബോക്സ് ആക്കിയിട്ട് വരക്കാം. നമ്മൾ ഇത് സ്ക്വയർ നെക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. ഇവിടുന്ന് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം, സ്ക്വയറായിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ ഈ ഒരു ആം ഹോളിലേക്ക് ചെറിയൊരു ഷേപ്പ് ഇതുപോലെ കൊടുക്കാം കേട്ടോ. ആം ഹോളിലേക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഈ ആം ഹോൾ വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു തന്നെ. ഇങ്ങനെ സാധാരണ വരുമ്പോൾ ഇങ്ങനെയല്ലേ വരല്ലേ, ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ച് നമുക്കിത് ഇവിടുന്ന് ഈ ഒരു പോയിൻ്റ് നമുക്കിത് ഇങ്ങനത്തേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ക്രോസ് ഇവിടത്തേക്ക് തന്നെ കറക്റ്റ് വേണമെന്നില്ല, കുറച്ച് താഴത്തേക്കായാലും കുറച്ചും കൂടി ഷേപ്പിൽ കിട്ടുട്ടത്. ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരളവിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കില്ലേ നമ്മുടെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വേണ്ട 45ആണ്. അപ്പോൾ 45ന് ഞാൻ ഒരു 10 ഇഞ്ച് മാറ്റി വെക്കുന്നുണ്ട്. 10 ഇഞ്ച് നമുക്ക് ഫ്രില്ല് വെക്കണം അടിവശത്ത്. അതിനാണ് 10 ഇഞ്ചിൽ വീതിക്കുള്ള ഫ്രില്ലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സമയത്ത് നമുക്കൊരു 35 കിട്ടുന്നുണ്ട്. ഈ 35ൻ്റെ ഒന്നിച്ച് നമുക്ക് 1/2 ഇഞ്ച് മുകൾ വശത്ത് ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ 1/2 ഇഞ്ച് താഴ്വശത്ത് ഫ്രില്ല് ജോയിൻ ചെയ്യാനും കൂടി വേണം. അപ്പോൾ ടോട്ടൽ 1 ഇഞ്ച്, അങ്ങനെ 36 ഇഞ്ചിലാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിനനുസരിച്ച് കറക്റ്റ് മടക്കിയിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് 4ആയിട്ട് മടക്കി കൊടുത്തു. കാരണം നമുക്ക് 2 സൈഡിലേക്കുള്ള പീസ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഏതെങ്കിലും ഒരു പീസ് എടുക്കുക, ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ആയി നമുക്ക് ആ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. എടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ 5 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിട്ട് വേണം മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി. കാരണം അലാസ്റ്റിക് വരുന്നില്ല. അപ്പോൾ 5 ഇഞ്ച് വരുന്ന സമയത്ത് നമുക്ക് 10 ഇഞ്ചിൽ എടുക്കാം. ഇതുപോലെ എടുത്തിട്ട് 10 ഇഞ്ച്, ഞാനിപ്പോൾ എനിക്ക് മെറ്റീരിയൽ കുറവായിട്ട് അത്ര എടുക്കുന്നില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ഇപ്പോൾ ഡബിളായിട്ട് എടുക്കണമല്ലോ. ഡബിളായിട്ട് എടുക്കാൻ എൻ്റെ മെറ്റീരിയൽ കുറവായതോടെ ഞാനൊരു ഏകദേശം ഒരു 8 ഇഞ്ചിലാണ് കേട്ടോ എടുക്കുന്നത്. 8 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്തില്ലേ, ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചൊരു മെറ്റീരിയൽ ഉള്ളിലേക്ക് നിൽക്കുന്നത്, നമുക്ക് ഇതാണല്ലോ ഷേപ്പ് വരുന്നത്. ഇത് വന്നിട്ട് ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ കുറച്ചൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. ചോക്ക് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ലെങ്ത്ത് ഇപ്പം എത്ര എടുക്കുന്നത്,
ഒരു 8 ഇഞ്ചാണല്ലോ ഞാൻ പറഞ്ഞത്. ഒരു 8 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ സ്ലീവ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 9 എടുക്കാം. 9 ഇഞ്ചിലാണ് സ്ലീവ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ സ്ലീവിൻ്റെ വീതി, നമ്മൾ ഇവിടുത്തെ സ്ലീവിൻ്റെ റൗണ്ടിൽ എത്ര വരുന്നത് നോക്കാം. എനിക്ക് ഞാനൊരു 10 വെച്ചിട്ട് എടുക്കുന്നുണ്ട്. 10 വെക്കുന്ന സമയത്ത് 5. അപ്പോൾ 5ൻ്റെ നമ്മൾ ഡബിളായിട്ട് എടുക്കണം. അപ്പോൾ എനിക്ക് കിട്ടുന്നത് ഞാൻ 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. 7 ഇഞ്ച് മെറ്റീരിയൽ ഡബിളായിട്ട് എടുക്കണം. പക്ഷേ എനിക്ക് മെറ്റീരിയൽ ഞാൻ എടുത്തത് കുറച്ച് കുറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ എടുക്കുന്നത്. ഇതുപോലെ ഒരു 7 ഇഞ്ച് കുറച്ച് മാത്രമേ ചുരുക്കം മതി എന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് 9 ഇഞ്ച് ഇവിടെയും കറക്റ്റ് 9 ഇഞ്ചില്ലേ. എന്നിട്ട് ആ ഒരു പോയിന്റ് ഇപ്പം നമുക്കിപ്പോൾ എത്രയാണ് എടുക്കുന്നത് വെച്ചാൽ ഇപ്പം നമുക്ക് ഡബിളായിട്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ച് മെറ്റീരിയൽ ഇങ്ങോട്ട് മടക്കി കൊടുക്കേണ്ടി വരും. ഇപ്പം നമുക്കിപ്പോൾ ഇത്രയാണ് വരുന്നതെങ്കിൽ ഈ ഒരു പോയിന്റ് ഞാനിപ്പോൾ ഇത്ര എടുക്കുന്നത്. ഇനി ഈ ഒരു പോയിന്റിൽ ഇങ്ങോട്ടേക്ക് ക്രോസിൽ കൊടുക്കാം. ഈ ഒരു പോയിന്റ് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ക്രോസിൽ കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ്. അതായത് അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ജോയിൻറ്റ് കൊടുക്കുന്നത്. ആ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ജോയിൻറ്റ് വരുന്നത്. നമുക്കത് ഈ ഒരു അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്ല ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ സ്ലീവിൻ്റെത് വരുന്നത്. നമുക്ക് ഇതേ അളവിൽ ലൈനിങ്ങും കൂടി കട്ട് ചെയ്ത് കുറച്ച് നൈസ് ആയതുകൊണ്ട് ഞാൻ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലൈനിങ് ഞങ്ങൾക്ക് ജോയിൻ ചെയ്ത് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതേ ഒരു ഷേപ്പിൽ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ സ്ലീവ് ഒക്കെ പീസ് കൂട്ടേണ്ടി വന്നിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ലൈനിങ് പീസും. ഇതുപോലെ നല്ല തുണിയും അതുപോലെ ലൈനിങ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുത്ത് ബാലൻസ് ഒന്നൊക്കെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്തും നമ്മുടെ ലൈനിങ് തമ്മിൽ ഒന്ന് അടിച്ചെടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ തുണീൻ്റെ നല്ല വശം എടുക്കുക. നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മുടെ ലൈനിങ് പീസ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം എന്താ ഈ ഒരു അറ്റത്തുനിന്ന് അടിക്കുക. ഇങ്ങനെ കാലിഞ്ച് വിട്ട് അടിച്ചിട്ട് ഇവിടം വരെ അടിക്കുക. എന്നിട്ട് ഈ ഒരു സൈഡും കൂടി അടിക്കാം. എന്നിട്ട് കട്ടിട്ട് തിരിച്ചിട്ടിട്ട് പതിച്ചും കൂടി അടിച്ചെടുക്കുക കേട്ടോ. അത്ര വരെ ചെയ്തെടുക്കാം. ഇതുപോലെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വശത്തേക്ക് കൂടിയുള്ള സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. 2 സൈഡ് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. സ്ലീവിന് നമുക്ക് ചെറിയൊരു ഇലാസ്റ്റിക് പോകുന്ന രീതിക്കുള്ള ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇതുപോലത്തെ ഇലാസ്റ്റിക്കാണ് കേട്ടോ. ഇതുപോലത്തെ ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഏത് സൈഡ് വെച്ചാൽ ഈ സൈഡും ഇതുപോലെ ഈ സൈഡും ഈ 2 സൈഡ് നമുക്ക് സ്ലീവ് ഇതുപോലെയാണല്ലോ വരുന്നത്. അതായത് ഈ ഒരൊറ്റ ആ ഒരു സൈഡിൽ ഇതുപോലെയാണല്ലോ സ്ലീവ് വരുന്നത്. കാണിച്ചു തരാം. ഇതുപോലെയാണ് നമുക്ക് സ്ലീവ് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് ഈ ഒരു സൈഡും ഈ ഒരു സൈഡാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡ് ജസ്റ്റ് ഇതുപോലെ ചെറുതായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അതേപോലെ ഓപ്പോസിറ്റ് വശം ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് എലാസ്റ്റിക് ഇടാൻ പാകത്തിനുള്ള ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ലൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ 2 സൈഡിലേക്കുള്ളതും. അതിന് ശേഷം നമുക്കിതാ ഇവിടുന്ന് ഈ ഒരു കട്ട് വരുന്ന വശമില്ലേ ചെറുതായിട്ടല്ലേ നമുക്ക് ജസ്റ്റ് അടിക്കുമ്പോൾ ഇത് പോയിട്ടുണ്ട്. ഇതുപോലെ ഈ കട്ട് വരുന്ന വശം നമ്മുടെ കൈ വണ്ണം താഴത്തെ വണ്ണത്തിൻ്റെത് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ മുകൾ വശത്ത് എത്ര വേണ്ട എനിക്കിപ്പോൾ 10 ഇഞ്ച് 5 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം വേണ്ടതെങ്കിൽ 10 ഇഞ്ച് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എത്തി 10 ഇഞ്ച് ഇട്ടിട്ട് നമുക്കത് ഇതുപോലെ എടുത്ത് ഇവിടെ സ്റ്റിച്ചിട്ടെടുക്കാം. അത് എലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഇട്ട സമയത്ത് ഇവിടെ ജസ്റ്റ് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറക്റ്റാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ഈ കൈയിൻ്റെ താഴത്തെ വണ്ണമാണ് കൊടുക്കേണ്ടത്. അത് ഈ ഒരു ഇത് വരുന്നത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ചാക്കി എടുക്കാം കേട്ടോ. അത് 2 സൈഡും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം വരുന്നിടത്ത് കറക്റ്റ് അളവെടുത്തിട്ടുണ്ട്. താഴത്ത് സ്ലീവിൻ്റെ അടുത്ത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നമുക്ക്. കാരണം ഇവിടെ കുറച്ച് തയ്യൽ തുമ്പ് നമുക്ക് അടിക്കണമല്ലോ. കുറച്ച് അടിക്കാൻ വേണ്ടി കുറച്ച് തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ആയാലും പ്രശ്നമില്ല ബാക്കായാലും പ്രശ്നമില്ല ഏതെങ്കിലും ഒരു പീസ് ഇതുപോലെ എടുക്കുക കേട്ടോ. ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മളിതാ ഈ അലാസ്റ്റിക് കറക്റ്റ് 5 ഇഞ്ച് വരുന്ന വശമില്ലേ ആ ഒരു അലാസ്റ്റിക് നമ്മുടെ ഈ ഒരു പോയിന്റ്, അതായത് ഈ ഒരു പോയിന്റ് നമ്മൾ ഇവിടെ നിന്നാണല്ലോ ഇങ്ങനെ ക്രോസിൽ കൊടുക്കുന്നത്. ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ അകലം നമുക്ക് നോക്കിയിട്ട് നേരത്തെ നമുക്ക് കട്ട് ചെയ്തതിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും ചിലപ്പോൾ പഠിച്ച് കിട്ടുന്ന സമയത്ത്. നമ്മൾ 2.25 എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 5.5 എടുത്താണ് നമുക്കുള്ളത്. തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. 2.25 എടുക്കുമ്പോൾ കറക്റ്റ് 5.5 വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഇവിടെ വെച്ച് കൊടുക്കുക. അതായത് ഇതിൻ്റെ അടിവശത്ത് വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ നല്ല വൃത്തി ഫിനിഷ് ചെയ്തെടുത്തില്ലേ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇതുപോലെ അടിവശത്ത് വെച്ച് നമുക്കത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് കുറച്ച് ഇവിടെ കുറവുണ്ടാവും. അത് പ്രശ്നമില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങോട്ടേക്കും അടിച്ചെടുക്കാം. അതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് വശം ഇതിൻ്റെ അടിവശത്ത് വെച്ച് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ നൂല് വലിയുന്നുണ്ട്, അത് പ്രശ്നമില്ല. ഇതുപോലെ ഓവർലോക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ലോക്കാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ അടിവശത്ത് ഇതുപോലെ കറക്റ്റായിട്ട് ഏത് സ്ലീവാണ് നോക്കട്ടെ ഈ വശമാണേ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നമുക്കിത് അടിക്കുന്നതിന് മുമ്പ് ഈ മെറ്റീരിയൽ കുറച്ച് ഇതുപോലെ ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം കറക്റ്റാക്കി എടുക്കുക. ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ ഈ ഒരു സൈഡിലും
അടിച്ചെടുക്കുക. അതുപോലെ ഈ ഒരു സൈഡ് അടിച്ചെടുക്കുക. രണ്ട് ഭാഗത്തും അതുപോലെ അടിച്ചെടുക്കുക. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് പതിച്ചെടുക്കുക. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫിനിഷ് ആക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ തുച്ചും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇതിൻ്റെ അടിവശത്ത് ഇതുപോലെ വെച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് സൈഡിൽ നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കൈയിൻ്റെ വണ്ണം 10 മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് 5 ഫുൾ റൗണ്ട് 10. അപ്പോൾ 5 അങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ കുറച്ച് താഴത്ത് വരെയാണ് നമ്മൾ ലൈനിങ്ങും ഒരുമിച്ച് ടച്ചാക്കി കൊടുക്കണം. വേസ്റ്റ് നമുക്ക് വരുന്ന ഇവിടെയാണ്. അതിൻ്റെ കുറച്ച് താഴെ വരെ രണ്ടും ഒരുമിച്ച് വെച്ച് ടച്ചാക്കി കൊടുക്കാം. പിന്നീട് നമുക്ക് സെപ്പറേറ്റ് ആക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു വേസ്റ്റിൻ്റെ ഇത് മാർക്ക് ചെയ്ത് വരെ അടിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് നമുക്ക് ഈ ലാസ്റ്റ് നമ്മൾ ഇവിടെയല്ലേ കുത്തിയത്, അവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും. അതിന് ശേഷം നമുക്ക് നമ്മുടെ ലൈനിങ് കൂടി സ്റ്റിച്ചാക്കി. ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു മെയിൻ ക്ലോത്തില്ലേ അത് നമുക്കിതാ ഇതുപോലെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് താഴത്തേക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ നല്ല തുണിയില്ലേ, ഞാൻ നേരത്തെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞു 45 ഫുൾ ലെങ്ത്ത് വേണ്ട, ഇതിന് 10 ഇഞ്ച് വീതിക്കുള്ള ഇതാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞില്ലേ, വീതിക്കാൻ നമ്മുടെ പീസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞില്ലേ. അപ്പോൾ അത് കുറക്കുന്ന സമയത്ത് 35 അരയിഞ്ച് അരഞ്ഞ് തയ്യൽ തുമ്പും കൂടി 36 ഇഞ്ചിൽ വേണം നമ്മൾ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് എനിക്കത് മൈനസ് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 ഇഞ്ചോളം വന്നു. അപ്പോൾ ഇപ്പം എനിക്ക് ഏകദേശം 40 ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് ലെങ്ത്ത്. അപ്പോൾ എനിക്ക് ലെങ്ത്ത് 45 വേണ്ടതുകൊണ്ട് ഞാൻ അവിടുത്തെ താഴത്തേക്കുള്ള പീസ് 5 ഇഞ്ച് വീതിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 5 ഇഞ്ച് വീതിക്ക് പീസ് വെക്കണമെങ്കിൽ നമ്മൾ 6 ഇഞ്ച് വീതിക്ക് കട്ടാക്കണം. അടിവശം മടക്കി എടുക്കണം, പിന്നെ ഇവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ 5 ഇഞ്ച് വീതിക്കുള്ള പീസിന് കട്ടാക്കി എടുത്തിട്ട് വരാം. ഇതാ മെറ്റീരിയലിൻ്റെ അടിവശമൊക്കെ മടക്കി വെച്ച് ഇതുപോലെ ചെറിയ ഫ്രില്ലിട്ട് എടുത്തു. നമുക്ക് അതിന് താഴത്ത് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നല്ല വശം എടുക്കാം കേട്ടോ. നല്ല വശത്തിൻ്റെ മുകളിൽ ഇതിപ്പോൾ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതങ്ങനെ ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു തുച്ചില്ലേ, ഈ ഒരു തുച്ചം ഇതുപോലെ ഈ ഒരു പീസിൻ്റെ സൈഡിലേക്ക് വേണം ആവാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു അറ്റത്തെ കൂടി ആ പീസിലേക്ക് കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വന്നിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സ്ലീവിന് ലെങ്ത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി വെക്കാം കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് ഇത്ര മതി എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ലെങ്ത്ത് ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. മുന്നേ ഒരു മെറ്റീരിയൽ വാങ്ങിയിട്ട് വാഷ് ചെയ്ത സമയത്ത് ചുരുങ്ങിപ്പോയതുകൊണ്ട് വന്നിട്ട് ഇത്ര ലെങ്ത്ത് വെച്ചിട്ടുള്ളത്.